മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ഫൂട്ടേജ്. സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗായത്രി അശോക് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിലെ പ്രകടനത്തിലൂടെ കയ്യടി നേടുകയാണ് ഗായത്രി അശോക്. മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ ഗായത്രി കാഴ്ചവെച്ചിരിക്കുന്നത്. തന്റെ ബോൾഡ് ലുക്കിലൂടെയും ഗായത്രി കയ്യടി നേടുന്നുണ്ട്. ലഡു എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗായത്രിയുടെ അരങ്ങേറ്റം. ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായത്രി സിനിമയിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഗായത്രി. ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് അനുഭവം പങ്കുവയ്ക്കുകയാണ് ഗായത്രി അശോക്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം സംസാരിച്ചത് ഗായത്രിയുടെ അമ്മയായിരുന്നു. ഒരിക്കലാണ് ആ അനുഭവം ഉണ്ടായത്. ഇവളെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും അറിയുന്നവർ മാന്യമായിട്ടാണ് പെരുമാറുക. ഇതൊന്നും അറിയാത്തവരാണ് മോശമായി പെരുമാറിയത്. ഇവൾ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അമ്മ ബിന്ദു പറയുന്നത്. പിന്നാലെ ഗായത്രി തന്റെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. എനിക്ക് ആകെയുള്ള ഓപ്ഷൻ നോ പറയുക എന്നതാണ്. ഞാനത് പറഞ്ഞു. ചിലർ കിട്ടുമോ എന്ന് ചോദിക്കും. ഞാനപ്പോൾ തുടക്കക്കാരിയുമാണ്. എനിക്ക് ഈ കിട്ടുമോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം പോലും അറിയാത്ത പ്രായമാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ഗായത്രിയെ അഡ്ജസ്റ്റ്മെന്റിന് കിട്ടുമോ എന്ന് ചോദിച്ചു. ഇല്ല, നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അവിടെ വേറെ ഒന്നിനുമുള്ള പവർ ഇല്ല. നോ പറയാനുള്ള പവർ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഗായത്രി പറയുന്നു. ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അമ്മുവിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. എവിടെ പറയണമെന്നും എവിടെ നോ പറയണമെന്നും അവൾക്കറിയാം. അതിന് അവൾക്ക് ഞങ്ങളുടെ സഹായം വേണ്ടതേ ഇല്ല. ഇല്ല, താല്പര്യമില്ല എന്ന് വേഗത്തിൽ പറഞ്ഞു നിർത്തും. അവർ അതിൽ കൂടുതൽ അർഹിക്കുന്നില്ലെന്നാണ് ഇവൾ പറയുക എന്നും അമ്മ പറയുന്നുണ്ട്. ഗായത്രിയുടെ അമ്മയും അഭിനേത്രിയാണ്. അമ്മയുടെ പാതയിലൂടെയാണ് ഗായത്രിയും അഭിനയത്തേക്ക് എത്തുന്നത്. കുടുംബവിളക്കടക്കമുള്ള സീരിയലുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ബിന്ദു പങ്കജിന്റെ ഇരട്ടക്കുട്ടികളിൽ ഒരാളാണ് ഗായത്രി അശോക്. അലരെ എന്ന മെമ്പർ രമേശനിലെ ഗാനത്തിലൂടെയാണ് ഗായത്രി താരമാകുന്നത്. അലരെ പുറത്തിറങ്ങിയപ്പോൾ നായികയെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞവരാണ് താരത്തിന്റെ അമ്മയും അഭിനേത്രിയാണെന്ന് മനസ്സിലാക്കുന്നത്. അമ്മ അഭിനേത്രി ആയിരുന്നിട്ടും ഒരിക്കൽ പോലും ഗായത്രി സിനിമയിൽ എത്തുമെന്ന് കരുതിയിരുന്നില്ല. ചെറുപ്പത്തിലെ ഉൾവലിഞ്ഞ പ്രകൃതിയായിരുന്നു ഗായത്രി. അമ്മയ്ക്കൊപ്പം ഒരു സിനിമ ഷൂട്ടിങ്ങിനും പോയിട്ടില്ല. മലയാളം തമിഴ് സീരിയലുകളിലും ചൈന ടൗൺ, പാട്ടിന്റെ പാലാഴി, ഇന്നാണ് കല്യാണം എന്നീ മലയാള സിനിമകളിലും ബിന്ദു പങ്കജ് അഭിനയിച്ചിട്ടുണ്ട്. നേരത്തെ തനിക്കൊരു തെലുങ്ക് സിനിമയിൽ നിന്നുണ്ടായ മോശ അനുഭവം ഗായത്രി തുറന്നു പറഞ്ഞിരുന്നു. തന്റെ ഫോട്ടോ കണ്ടാണ് അവർ സിനിമയിലേക്ക് ക്ഷണിച്ചത്. അതുപ്രകാരം താരം അമ്മയും ഷൂട്ടിംഗ് സ്ഥലത്തെത്തി. ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്തു. ശേഷം വെറുതെ സംവിധായകനോട് ഇതിനുശേഷം എന്തായെന്ന് ചോദിച്ചപ്പോൾ ഒരു ലിപ് ലോക്ക് സീനാണെന്ന് പറഞ്ഞു. ശേഷം അവർ ലിപ് ലോക്ക് ചെയ്യാൻ സമ്മതമല്ലേ എന്ന് ചോദിച്ചു. കഥ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. ശേഷം ഒരു സാധാരണ സീൻ ചെയ്തു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഇനിയും ലിപ് ലോക്ക് ഉണ്ടെന്ന്. കേട്ടപ്പോൾ സുഖമില്ലായ്മ തോന്നിയത് കൊണ്ട് വിശദമായി ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ഞാനുള്ള സീനെല്ലാം ലിപ് ലോക്ക് ഉണ്ടെന്ന്. അതോടെ എനിക്കും അമ്മയ്ക്കും പേടിയായി. എന്ത് തരം സിനിമയാണെന്ന് പോലും സംശയിച്ചു. അതോടെ ആ സിനിമ വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തിരികെ വന്നു എന്നാണ് ഗായത്രി പറഞ്ഞത്.